ഇതിന്റെ കൂടെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും. എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ആദ്യത്തെ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഒരു യൂട്യൂബർ എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ നല്ല ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എൻ്റെ വീഡിയോയിലെ കുറേ പഴയ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോഴും അത് അവിടെ എങ്ങനെ വെച്ചിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യൂട്യൂബർ എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. തീരെ വ്യൂസ് ഇല്ലാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും. എന്താ പറയുക, ചിരി നിങ്ങൾക്ക് ഒരു പക്ഷെ നിർത്താൻ പറ്റില്ല. നിങ്ങളൊന്ന് വേണമെങ്കിൽ പോയി നോക്കുക, ഞാൻ ചുമ്മാ പറയല്ല. അപ്പൊ അതിൽ ഓഡിയോ ക്വാളിറ്റി എന്നുള്ളത് അല്പമെങ്കിലും വേണ്ടേ. തീരെ ഓഡിയോ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നതാണ് ഒരു മൈക്ക്, ബൊയയുടെ ഒരു മൈക്ക്. ഇപ്പോഴും ആ ഒരു മൈക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പല സമയത്തും. പക്ഷെ അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മൈക്ക് എനിക്ക് അയച്ചു തന്ന എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞത്, നിങ്ങളുടെ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. ക്യാഷ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങളുടെ വീഡിയോ എനിക്ക് ഉപകാരപ്പെട്ടു. പക്ഷെ ഞാനത് കണ്ടത് നിങ്ങളുടെ ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ആ ഒരു ഇതിലല്ല, ഐ കോണ്ടാക്റ്റിലല്ല കണ്ടത്. ഞാനത് ചെവിയോട് ഇങ്ങനെ അടക്കി പിടിച്ചിട്ടാണ് കണ്ടത്. അത്രയും സൗണ്ട് ഇല്ല. അതുകൊണ്ട് എൻ്റെ വക ഒരു മൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ എനിക്കത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കി. അതിന് ശേഷമാണ് ഞാൻ അപ്ഡേറ്റ് ആകുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരരുത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കേൾക്കണ്ടേ. അപ്പൊ അത് ഞാൻ പരിഹരിച്ചത് ഒരാൾ അയച്ചു തന്നപ്പോഴാണ്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത് അങ്ങനെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കമന്റുകൾ വായിച്ചപ്പോഴാണെങ്കിൽ ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ചാനലിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആളുകൾ പിന്നെ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്, സബ് ചെയ്തേക്കാം എന്ന് ഒരാളും വിചാരിക്കില്ല. പക്ഷെ ഓഡിയോ ക്വാളിറ്റി ആൻഡ് വീഡിയോ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ സബ് ചെയ്യണ്ടെന്ന് തീരുമാനിക്കും. അതാണ് ഒരു കാര്യം. അപ്പൊ നമുക്ക് കിട്ടേണ്ട പല സബും പോയേക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ ഭാഗങ്ങളൊക്കെ ക്ലാരിറ്റി വരുത്തുക. അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കുറച്ച് സബുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് കിട്ടാതിരിക്കരുത് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ന്യൂ യൂട്യൂബേഴ്സ് എന്നല്ല, ചാനൽ റീച്ച് ആയവരും ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ ചാനലിൽ വ്യൂസ് വരുന്നുണ്ട് പക്ഷെ സബ് വരുന്നില്ല എന്നുള്ള രീതിയിൽ. ആ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും പറയാറുണ്ട്. നമ്മളതിന് ഒരുപാട് ടിപ്സുകൾ ട്രിക്സുകൾ പറയാറുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മുടെ ചാനലിൽ ഒരു ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതവിടെ വെക്കുക. അതിനോട് കൂടെ നമ്മുടെ ചാനലിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അയാൾക്ക് നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ തോന്നണം. അപ്പൊ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മുടെ ചാനൽ ക്ലിക്കായ ശേഷം നല്ല വീഡിയോസ് ചെയ്യാം, മൈക്ക് വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ചാനൽ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ നല്ല സബ്ജക്റ്റ് ഒക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ ചാനലിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ചാനൽ അവർ സബ് ചെയ്യാതെ പോയേക്കാം. ഇപ്പോൾ അവിടെ നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു കാര്യം, നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ബൈ ചാൻസ് നമ്മുടെ വീഡിയോക്ക് വ്യൂസ് കുറവാണെങ്കിൽ പോലും നമ്മുടെ ചാനലിലേക്ക് ഒരാൾ വന്നല്ലോ, അതിൽ നിന്നൊരു 5-10 ആളെ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് സബ് ചെയ്യിപ്പിക്കാൻ പറ്റണം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അതായത് കുറച്ച് വീഡിയോസ് നിങ്ങൾ ബാക്കപ്പ് നല്ല വീഡിയോസ് ചെയ്തു വെക്കുക. എന്നിട്ട് അതിങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ 1-2 വീഡിയോ മാത്രം ചെയ്ത ഒരു ചാനൽ ബൈ ചാൻസ് ഒരാൾക്ക് റെക്കമെൻഡ് വന്നു കഴിഞ്ഞ് നമ്മളെ ചാനലിലേക്ക് കയറി നോക്കുമ്പോൾ എന്ന് വീഡിയോ അവിടെ നിൽക്കട്ടെ. അതിന് മുന്നെയാണ് ഞാൻ ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ വീടിന്റെ ഒരു വൃത്തിയും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പല കാര്യത്തിനും, ഇപ്പോൾ കല്യാണ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം നമ്മൾ വീട് നോക്കുമ്പോൾ ആ വീടിന്റെ ഒരു വൃത്തി, പെയിന്റും കാര്യങ്ങളും ബാക്കിയൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലും നിങ്ങളുടെ ഓഡിയൻസ് ഒരു പക്ഷെ ശ്രദ്ധിച്ചേക്കാം. ഒരു പക്ഷേ എന്നല്ല, മിക്ക ആളുകളും ശ്രദ്ധിക്കും. അതിനാണ് യൂട്യൂബ് നമുക്ക് ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നിട്ടുള്ളത്.
ഇത് എത്ര ആളുകൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്? നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക്, നിങ്ങളുടെ ബാനർ ഇമേജ്, നമ്മൾ ആ ഒരു കവർ പിക്ചറും കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വെക്കുക. ആദ്യമായിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന ആള് നിങ്ങളുടെ ഏത് വീഡിയോ കാണണം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. റിട്ടേണിംഗ് വ്യൂവർ ഏത് വീഡിയോ കാണണം, നിങ്ങളുടെ ഹോം പേജിൽ എന്തെല്ലാം കാണണം, നിങ്ങളുടെ പോപ്പുലർ വീഡിയോസ്, ഏറ്റവും ബെസ്റ്റ് വീഡിയോസ്, ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകൾ, അങ്ങനെ നിങ്ങളുടെ പ്ലേ ലിസ്റ്റുകൾ നമുക്ക് കൃത്യമായിട്ട് അടക്കി വെക്കാം. ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ അടക്കി വെക്കുന്ന പോലെ നമുക്ക് ഒരാൾ നമ്മുടെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എങ്ങനെ കാണണം, അവരെ മുന്നിൽ എങ്ങനെയാണ് പ്രസന്റ് ആകേണ്ടത് എന്നുള്ളതിന്റെ സെറ്റിങ്സ് ഉണ്ട്, ചാനൽ കസ്റ്റമൈസേഷൻ ഉണ്ട്. അത് നമുക്ക് അറിയുന്നതുമാണ്. പക്ഷെ ആരും അതങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മൈൻഡ് ചെയ്യാറില്ല. അവിടെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ പോയി. ആ ആള് വരുമ്പോ തന്നെ ചാനലിൽ നമ്മൾ അയാളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നില്ല. പിന്നെ ആയിരിക്കും നമ്മൾ അയാളെ വീഡിയോ എടുത്ത് നോക്കുക. വീഡിയോ എടുത്ത് നോക്കുമ്പോഴോ ഒരു ന്യൂ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞൊരു മൈൻഡിലുള്ള ആളാണെങ്കിൽ, അല്ല ആ ഒരു നല്ല വീഡിയോസ് ഞാൻ പിന്നെ ചെയ്യാം, എൻ്റെ ചാനൽ ക്ലിക്ക് ആവുകയാണെങ്കിൽ ചെയ്യാം, കുറച്ചെങ്കിലും സബ്സ്ക്രൈബേഴ്സും വ്യൂസും ആയി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മൈക്ക് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനല്ല. ചെറിയൊരു മൈക്ക്, ഇപ്പൊ ഒരു മാർക്കറ്റിൽ 1000 രൂപക്ക് താഴെയുള്ള നല്ല മൈക്കുകൾ കിട്ടുന്നുണ്ട്. ആ മൈക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. അപ്പൊ ചാനൽ കസ്റ്റമൈസേഷൻ നമ്മൾ നിർബന്ധമായിട്ടും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനോട് കൂടെ ഒരാൾ നമ്മുടെ ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ അവരെ ഇംപ്രസ് ചെയ്യിക്കുന്ന രീതിയിൽ നല്ല കുറച്ച് വീഡിയോസും ചാനലിൽ വേണം. ഇത് രണ്ടും വർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ അയാൾ സബ് ചെയ്തിരിക്കും. സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യൂസ് വരും. വ്യൂസ് വരുമ്പോൾ വാച്ച് ടൈം കൂടും. വാച്ച് ടൈം കൂടുമ്പോൾ എന്തായിരിക്കും, മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, തൊട്ട് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 1000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാനും വ്യൂസ് കൂടാനും നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ന്യൂ യൂട്യൂബേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയിരുന്നു ഇത് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനോട് കൂടെ ചേർത്തിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. ഇൻ കേസ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പം എന്തായാലും നിങ്ങൾ വ്യൂസ് ഇല്ല, സബ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നിങ്ങളുടേതായിട്ടുള്ള ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലും നിങ്ങളുടെ മാവും പൂക്കും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ചാനലും മോണിറ്റൈസേഷൻ ആകും, നിങ്ങൾക്കൊക്കെ വരുമാനം ലഭിക്കും. എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ചാനലൊക്കെ ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.